അള്ളാഹുവിൻ്റെ അർശിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന 6 ആയത്തുകളുണ്ട് വിശുദ്ധമായ ഖുർആനിലെ. ഈ 6 ആയത്തുകൾ ഒരു മനുഷ്യൻ ഓതിയാൽ അവൻ്റെ 70 ആവശ്യങ്ങൾ അല്ലാഹു തആല നിറവേറ്റി കൊടുക്കും. ശത്രുക്കളുടെ ഉപദ്രവം, അത് മനുഷ്യനാവട്ടെ, മൃഗമാവട്ടെ, ജിന്നാവട്ടെ, പിശാചാവട്ടെ, ശത്രുക്കളുടെ ഉപദ്രവങ്ങളെ തൊട്ടുള്ള കാവൽ അല്ലാഹു തആല അവനിക്ക് കൊടുക്കുന്നതാണ്. ഈ 6 ആയത്ത് എപ്പോഴാണ് ഓതേണ്ടത്, ഏതൊക്കെ ആയത്തുകളാണ്, അതിൻ്റെ അർത്ഥം എന്താണ്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ, ശക്തമായ ഒരു ഇസ്മ, വളരെ ലളിതമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇസ്മ, ഒരു അള്ളാഹുവിൻ്റെ നാമം തലയിൽ കൈവച്ച് പറഞ്ഞാൽ കിട്ടുന്ന മഹാനേട്ടങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്. തുടക്കം തന്നെ ഒന്ന് കേട്ടു നോക്കണേ, മറ്റുള്ളവർക്കും ഇത് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുകയും നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റി എല്ലാവിധ സന്തോഷവും സമാധാനവുമുള്ള നല്ല ഒരു കുടുംബജീവിതം, നല്ലൊരു സാമൂഹിക ജീവിതം എല്ലാം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെല്ലാം അല്ലാഹു സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി വളർത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സ്വർഗം കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാനൊക്കെ ദർസിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ദർസിൽ, ഞങ്ങളുടെ കോളേജിൽ ഒരു പ്രായമായ ഉസ്താദുണ്ട്. ആ ഉസ്താദ് ജമാഅത്ത് നിസ്കരിക്കാൻ, പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ, ഇപ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ട് ഒരാൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നിങ്ങനെ വളരെ ആകാംക്ഷയോടെ നോക്കുമല്ലോ. അപ്പോൾ ഒരു ഉസ്താദ് വന്ന് നിസ്കരിക്കുമ്പോൾ ആ ഉസ്താദിനെ നോക്കിക്കൊണ്ടിരിക്കും. ഉസ്താദ് എങ്ങനെയാണ് കൈ കെട്ടുന്നത്, ഉസ്താദ് എങ്ങനെയാണ് റുക്കുയിൽ പോകുന്നത്, എങ്ങനെയാണ് സുജൂദിൽ പോകുന്നത്, സുജൂദിൽ നിന്ന് എങ്ങനെയാണ് എണീക്കുന്നത്, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കും. അപ്പോൾ ഒരു പ്രായമായ ഉസ്താദുണ്ട്. അപ്പോൾ ഉസ്താദ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഇരിക്കും. നിസ്കാരം കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സലാം വീട്ടി, ആ സലാം വീട്ടി ഉടൻ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ആ ഒരു ദിക്റുകളൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ആയത്തുൽ കുർസിയൊക്കെ ഓതി അപ്പം തന്നെ ഈ കൈ 5 വിരലും എടുത്ത് തലയിൽ ഇങ്ങനെ വെക്കും. തലപ്പാവ് കെട്ടിയിട്ടുണ്ടാവും, അതിങ്ങനെ തലയിൽ വെച്ചിട്ട് ഇങ്ങനെ 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 കാണിക്കുന്നതാണ്. അതായത് 10 പ്രാവശ്യം ഇങ്ങനെ വിരലനക്കും. ഇതിപ്പോൾ ളുഹർ നിസ്കരിക്കാനും അസർ എല്ലാ വക്കത്ത് നിസ്കാരത്തിനും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതെന്താണ് ഉസ്താദ് ചെയ്യുന്നത് എന്ന് അങ്ങോട്ട് പോയി ചോദിക്കാൻ പേടിയാണ്. അങ്ങനെയാണല്ലോ ഇന്നത്തെ അധ്യാപകരെ, കുട്ടികൾക്ക് പേടിയില്ല, ഉസ്താദുമാരെ വലിയ പേടിയില്ല. ഇന്ന് എന്താണ് വടിയെടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഇന്നത്തെ കാലത്ത്. അന്നെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഉസ്താദ് പറയുന്നതെന്ന് ചോദിക്കാനുള്ളൊരു പേടി കൊണ്ട് മിണ്ടിയില്ല. അങ്ങനെ 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ ചോദിക്കാതിരിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഉസ്താദ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പോകുമ്പോൾ ഉസ്താദ് പറഞ്ഞു, ആ ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടുവരാം. അപ്പോൾ ആ ചൂടുവെള്ളവുമായിട്ട് നമ്മൾ റൂമിലൊക്കെ ചെന്ന് ധൈര്യസമേതം അങ്ങോട്ട് ചോദിച്ചു. ഉസ്താദിനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ആ തലയിൽ ഇങ്ങനെ കൈവെക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ് തലയിൽ ഇങ്ങനെ എന്തോ പറയാറുണ്ടല്ലോ, എന്താണ്? ആ സമയത്ത് പറഞ്ഞു, എടാ മോനെ, ഈ ഉസ്താദിൻ്റെ ഉസ്താദ്, അതായത് വലിയ മഹാന്മാർ, അവർ പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്. അതായത് സാമ്പത്തികമായ ഭദ്രത നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. അത് ഉസ്താദാണെങ്കിലും തങ്ങളാണെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താ? സാമ്പത്തിക ഭദ്രത എന്ന് പറഞ്ഞാൽ കുറേ കാശ് കിട്ടണം എന്നല്ല, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി പോവാൻ പൈസ വേണം, അല്ലേ? നമ്മുടെ ഒരു രോഗം വന്നാൽ ആശുപത്രി പോകാൻ പൈസ വേണം, മക്കളുടെ കല്യാണം വന്നാൽ അത് നടത്താനുള്ള പൈസ, ഒരുപാട് പൈസ ഇങ്ങനെ കുന്നുകൂടിയില്ല. സാമ്പത്തിക ഭദ്രത എന്ന് പറഞ്ഞാൽ അതാണ്, അത് ആവശ്യങ്ങൾക്ക് പൈസ വേണം. സാമ്പത്തിക ഭദ്രത ഉണ്ടാവാൻ കടക്കാരനായിട്ടുള്ള മരണത്തെ തൊട്ടുള്ള കാവൽ കിട്ടാൻ, ഏറ്റവും മോശപ്പെട്ട മരണം കടക്കാരനായി മരിക്കുമെന്ന് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ കടങ്ങളുണ്ട്, അത് വീട്ടാനുള്ള ഒരു നല്ല വഴി അള്ളാഹു തുറന്നു തരാൻ. അതുപോലെ ശാരീരികമായ ക്ഷീണം മാറാൻ, തളർച്ച മാറാൻ, ഓർമ്മശക്തി ഉണ്ടാവാൻ. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ രോഗമുണ്ട്, സ്വന്തം പേരുപോലും മറന്നുപോകുന്ന രോഗമാണ്, അല്ലേ? ബാത്റൂമിൽ പോയി എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഒരു രോഗമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പം അതുപോലുള്ള അസുഖങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ വേണ്ടിയും ഉള്ള ഒരു അള്ളാഹുവിൻ്റെ ഇസ്മാണ് ഞാൻ തലയിൽ വെച്ച് പറയുന്നത്. ഏതാണ് ആ ഇസ്മെന്നറിയോ? യാ ഖവിയ്യു യാ അല്ലാഹ് എന്ന ഇസ്മാണ്. യാ ഖവിയ്യു യാ അല്ലാഹ്, വല്ലാതെ എല്ലാത്തിനും കഴിവുള്ളവനായ അല്ലാഹ്. കടങ്ങളുള്ള ആളുകളുടെ കടങ്ങൾ വീട്ടാൻ നിനക്ക് കഴിയും, അല്ലേ?
അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ആ ബുദ്ധിമുട്ട് മാറ്റാൻ അള്ളാഹു നിനക്ക് കഴിയും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ശാരീരിക പ്രശ്നം വന്നാൽ അത് മാറ്റാൻ റബ്ബേ നിനക്ക് കഴിയും. അതുപോലെ എന്ത് പ്രയാസ പ്രതിസന്ധികളുണ്ടെങ്കിലും അത് മാറ്റാൻ കഴിവുള്ളവനാരാ? അള്ളാഹു. യാ ഖവിയ്യു യാ അള്ളാഹ്, ശക്തമായി കഴിവുള്ളവൻ എന്നാണ് ഏകദേശം അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഇസ്മാണ് തലയിൽ വെച്ചിങ്ങനെ പറയുന്നത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് അതിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ എന്താ, ഓർമ്മശക്തിക്ക് വേണ്ടി മാത്രമല്ല, എന്തെങ്കിലും ഒരു വസ്തു കാണാതെ പോയാൽ, ഇപ്പോൾ നമ്മൾ പൈസ എവിടെയെങ്കിലും വെച്ചു, അല്ലെങ്കിൽ ചാവി, വണ്ടിയുടെ ചാവി എവിടെയെങ്കിലും വെച്ചു, മറന്നുപോയി, അപ്പോൾ ഈ ഒരു ഇസ്മ ചൊല്ലിക്കൊണ്ട് നമ്മൾ പരതിയാൽ വേഗത്തിൽ കിട്ടുന്നതാണ്. ഒക്കെ പഴമക്കാർ പറയുന്നതാണ്. യാ ഖവിയ്യു യാ അല്ലാ എന്ന ആ ഒരു ഇസ്മിൻ്റെ പവറാണത്. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ്സിൻ്റെ തുടക്കം തന്നെ ഒരു ഇസ്മാണ് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാൻ പറഞ്ഞത്. യാ ഖവിയ്യു യാ അല്ലാ. അത് വലിയ ഒരു എന്താ പറയുക, ആ പേര് പോലെ കവിയാണ്. കവി എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളവനായ അല്ലാ. അതൊരു ശക്തിയുള്ള ഒരു ഇസ്മാണ്, ശക്തിമാനായ ഒരു ഇസ്മാണ്, അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് യാ ഖവിയ്യു യാ അല്ലാ എന്ന ഇസ്മ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് നമുക്കും പതിവാക്കാം. നിസ്കാരത്തിന് ശേഷം പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ അല്ലേ, ഇതിപ്പോൾ മെയ് മാസം, ജൂണിലൊക്കെ സ്കൂളുകൾ തുറക്കുകയാണ്. അപ്പോൾ പുതിയ ക്ലാസ്സിലേക്ക്, പുതിയ പഠനങ്ങൾ, പുതിയ ഒരുപാട് പാഠഭാഗങ്ങളൊക്കെ പഠിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണ്, നമ്മുടെ മക്കൾ ഒരുങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് യാ ഖവിയ്യു യാ അല്ലാ എന്ന ഇസ്മ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറയാം. തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഒരു 10 പ്രാവശ്യം വീതം എല്ലാ നമസ്കാരത്തിന് ശേഷവും പറയൽ പ്രത്യേകം നല്ലതാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മളെല്ലാവരും എന്തിനാ ഈ ലോകത്ത് ജീവിക്കുന്നത്? നമ്മളെന്തിനാ ജീവിക്കുന്നത്? നമ്മളെന്തിനാണ് നിസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നത്? ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, സ്വർഗത്തിൽ പോവാൻ. അത് ഏത് ചെറിയ കുട്ടിയോടും ഏത് വലിയ ആളിനോട് ചോദിച്ചാലും എന്തിനാ നിസ്കരിക്കുന്നത്, എന്തിനാ ഖുർആൻ ഓതുന്നത്? ഒറ്റ വാക്ക്, സ്വർഗത്തിൽ പോവാൻ. അപ്പോൾ സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിൽ കടന്നാൽ മതി, അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ കിടക്കുമ്പോൾ മാന്യമായി കിടക്കണം, മാന്യമായിട്ട് നല്ല പദവിയിൽ തന്നെ സ്വർഗത്തിൽ കിടക്കണം. നമ്മൾ ഒരു മനുഷ്യനെ പറ്റി പറയുന്നുണ്ട്, അയാൾ സ്വർഗത്തിൽ കടക്കും. സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞിട്ട് അയാൾക്കൊരു വിഷമമുണ്ടാകും. എന്താ വിഷമം എന്നറിയോ? ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇയാളേക്കാൾ ഉയർന്ന തട്ടിലാണ്, ഉയർന്ന പൊസിഷനിലാണ്. അപ്പോൾ ഇയാളും ചിന്തിക്കും, ഞാൻ ഒരു കാര്യം കൂടി ചെയ്തെങ്കിൽ റബ്ബേ എനിക്കും അങ്ങനെ എത്താമായിരുന്നല്ലോ എന്ന്. ഇപ്പോൾ ഈ പോലീസ് ടെസ്റ്റ് എഴുതുമ്പോൾ, PSC ടെസ്റ്റൊക്കെ എഴുതുമ്പോൾ ഒരേ PSC കോച്ചിങ്ങിൽ ഒരേ ബൈക്കിൽ പോയി ഒരേ ബെഞ്ചിലിരുന്ന് ഒക്കെ പഠിച്ച ആളുകളായിരിക്കും. അപ്പോൾ ചില ആൾക്ക് ചിലപ്പോൾ കിട്ടിയിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ സാലറി കിട്ടുന്ന ജോലിയായിരിക്കും, ഒരാൾക്ക് ചിലപ്പോൾ നല്ല സാലറി കിട്ടുന്ന ജോലിയായിരിക്കും. അപ്പോൾ ഈ കുറഞ്ഞ സാലറി കിട്ടുന്ന ജോലി കിട്ടിയ ആൾ ചിന്തിക്കും, അല്ലാ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ എനിക്കും അവനെപ്പോലെ നല്ലൊരു രണ്ടുപേർക്കും കിട്ടിയത് എന്താ? ഗവൺമെൻറ് ജോലിയാണ്, ഗവൺമെൻറ് ജോലിയാണ് കിട്ടിയത്. പക്ഷേ അയാൾ ആഗ്രഹിക്കുന്നു, കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഉയർന്ന ശമ്പളം കിട്ടുന്ന ജോലി അവനെപ്പോലെ എനിക്കും നേടാമായിരുന്നു എന്ന് ചിന്തിക്കുമെന്നാണ്. ഇതുപോലെ സ്വർഗത്തിൽ കടന്നാൽ പിന്നെ രക്ഷപ്പെട്ടു. പക്ഷേ അവിടെ വെച്ചും ചിന്തിക്കും, ഞാൻ 1-2 കാര്യങ്ങൾ കൂടി ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ ഉയർന്ന പദവി കിട്ടിയേനെന്ന്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. നമുക്ക് നേരെ എന്ത് ചെയ്യണം? സ്വർഗത്തിൽ ഉന്നത പദവിയിൽ തന്നെ കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ, അതായത് സ്വർഗത്തിൻ്റെ മധ്യത്തിൽ തന്നെ ഒരു വീട് കിട്ടണോ എങ്കിൽ ചെയ്യേണ്ട കാര്യം, ഇപ്പം സ്വർഗം എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ട്രോളാണ് ഇപ്പോൾ അല്ലേ. സ്വർഗം എന്നൊക്കെ മായാവിക്കഥ പറയല്ലേ മുസ്ലിയാരെ, ലുട്ടാപ്പിക്കഥ പറയല്ലേ ഉസ്താദെ എന്നൊക്കെയാണ് ഇന്നത്തെ തലമുറ അതിന്. സ്വർഗം, നരകം, അതുപോലെ തന്നെ ഖബർ, എന്തുട്ടാണ് പൊട്ടത്തരമല്ല യോന്മാരുടെ വായിന്ന് വരില്ല എന്നൊക്കെയാണ് പറയുന്നവർ പറയട്ടെ അല്ലേ. അവർക്ക് പിന്നെ എന്തെങ്കിലും പറയാൻ വേണ്ടേ? അതുകൊണ്ട് പറയുന്നവർ പറയട്ടെ. ഞാനിത് സംസാരിക്കുന്നത് എൻ്റെ മുഅ്മിനീങ്ങളായ ഉമ്മമാരോട് ഉപ്പമാരോടാണ്. നമ്മളൊക്കെ സ്വർഗം വിശ്വസിക്കുന്നവരാണ്, നരകത്തിൽ നിന്ന് കാവൽ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്, ഖബറിൽ പോയി കിടക്കണമെന്ന് നമ്മൾ മനസ്സിൽ കരുതിയവരാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊരു ലുട്ടാപ്പി കഥയല്ല. മായാവിക്കഥ എന്ന് പറഞ്ഞാൽ എന്താ? മായാലോകത്തുള്ള കഥയെന്നാണോ സംഭവം? ഇത് മായാവിക്കഥ. മായാക്കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്തൊരു ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണിത്. അതുകൊണ്ട് തന്നെ മായാവിക്കഥയാണ്, സംശയമില്ല. എന്തായാലും നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തൊരു ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഈ സ്വർഗവും നരകമൊക്കെ. സംഭവം ശരിയാണ്. പക്ഷേ എന്നാണെങ്കിലും നമ്മളൊക്കെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു, നരകത്തിൽ നിന്നുള്ള മോചനം കിട്ടാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ മായാകഥയിലുള്ള സ്വർഗം, ആ സ്വർഗത്തിൽ കടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ചർവണം നടത്തിയ ഒരുപാട് മഹത്തുക്കൾ പറയുകയാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം 1, 2, 3 നോട്ടമല്ല, 70 നോട്ടങ്ങൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നമുക്ക് കിട്ടണോ? 70 നോട്ടം നമുക്ക് കിട്ടണം. 70 വട്ടം അള്ളാഹു തആല ഒരു ദിവസം തന്നെ അവൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുമെന്നാണ്.
ഒറ്റ പ്രാവശ്യം അള്ളാഹിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടിയാൽ തന്നെ രക്ഷപ്പെട്ടു. ഒരു ദിവസം 70 പ്രാവശ്യം അള്ളാഹു തആല കാരുണ്യത്തിൻ്റെ, കരുണയുടെ, റഹ്മത്തിൻ്റെ നോട്ടം നോക്കും. 70 ആവശ്യങ്ങൾ അള്ളാഹു തആല നമുക്ക് ഒരു ദിവസം തന്നെ നിർവഹിച്ചു തരും. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ, അത് കണ്ണേറാവട്ടെ, സിഹറാവട്ടെ, കരുനാക്കാവട്ടെ, കൊതിയാവട്ടെ, അതിൽ നിന്നുള്ള കാവൽ കിട്ടാനും മഹാനായ അലിയാരിതങ്ങൾ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു തൻ്റെ കിതാബിൽ പറയുന്ന ഒരു 6 ആയത്തുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അള്ളാഹുവിൻ്റെ 70 കാരുണ്യത്തിൻ്റെ നോട്ടം കിട്ടും. അതുപോലെ 70 ആവശ്യങ്ങൾ പൂർത്തിയാക്കി കിട്ടും. ശത്രുക്കളിൽ നിന്നുള്ള കാവൽ കിട്ടും. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ് ആ 6 ആയത്തുകളെന്നറിയോ? വളരെ സിമ്പിളായ ആയത്താണ്, വളരെ എളുപ്പമുള്ള ആയത്താണ് കേട്ടോ. ഒന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ ആർക്കാ അറിയില്ലാത്തത്? എല്ലാവർക്കും ഫാത്തിഹ അറിയാം അല്ലേ? അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഒന്നാമതായി നമ്മൾ ഓതുക. ഇത് എല്ലാ ദിവസവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിന് ശേഷമോ പതിവായി ചൊല്ലുക. ഇതൊരു വെറുതാക്കുക, നിത്യമായി ചെയ്യുന്നൊരു കാര്യമാക്കുക. ഇനി സുബഹി നിസ്കാരം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു തിരക്ക് വന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മഗ്രിബ് കഴിഞ്ഞാക്കുക. മഗ്രിബ് കഴിഞ്ഞ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സുബഹി കഴിഞ്ഞ്. അതായത് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ചെയ്തിരിക്കൽ വളരെ അത്യാവശ്യമായ ഖുർആൻ ആയത്താണ്. അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും, ഖുർആൻ ആയത്തായതുകൊണ്ട് ഇതിന് ഫലം 100% ഉറപ്പാണ്, 100% ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് കേട്ടോ, ഒന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹ ഓതാൻ അറിയാലോ. രണ്ടാമതായി ആലി ഇമ്രാൻ മൂന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ബഖറ, സൂറത്തുൽ ആലി ഇമ്രാൻ. ഈ മൂന്നാമത്തെ സൂറത്താകുന്ന സൂറത്തു ആലി ഇമ്രാൻ സൂറത്തിൻ്റെ 18ാമത്തെ ആയത്ത്. ഏതാണ് ആയത്ത്? ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. സൂറത്ത് ആലി ഇമ്രാനിന്റെ 18ാമത്തെ ആയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ആലി ഇമ്രാൻ സൂറത്തിന്റെ 18ാമത്തെ ആയത്ത്. ഇതൊരൊറ്റ പ്രാവശ്യം ഓതുക. അല്ലാഹുവേ, നീയല്ലാതെ ഒരു ആരാധനക്കർഹനുമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. മലക്കുകളും അതുപോലെ തന്നെ അറിവുള്ള ആളുകളും അല്ലാഹുവേ അതിന് സാക്ഷിയായിരിക്കുന്നു. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും മലക്കുകളും മുഴുവൻ അറിവുള്ളവരും സാക്ഷിയായിരിക്കുകയാണ്. അല്ലാഹുവേ, നീ നീതി ചെയ്യുന്നവനാണ്, നീയല്ലാതെ ഒരു ഇലാഹില്ല റബ്ബേ, നീ പ്രതാപശാലിയാണ് അല്ലാ, നീ യുക്തിമാനാണ് അല്ലാ. ഇതാണ് ആ ആയത്തിന്റെ ഏകദേശ അർത്ഥം. അപ്പോൾ ഒന്ന് പറഞ്ഞ ഓദിക്കെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. ഈ സൂറത്ത് ആലി ഇമ്രാനിന്റെ 18ാമത്തെ ആയത്ത് ഒരൊറ്റ പ്രാവശ്യം. സൂറത്തുൽ ഫാത്തിഹ 1, ഈ ആലി ഇമ്രാൻ സൂറത്തിന്റെ 18ാമത്തെ ആയത്ത് 1 ഒരു പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് സൂറത്ത് ആലി ഇമ്രാനിന്റെ 19ാമത്തെ ആയത്തിന്റെ ആദ്യത്തെ വരി എന്ന് പറഞ്ഞാൽ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം മതി. അതൊരു വലിയൊരു ആയത്താണ്. അതിന്റെ ആദ്യത്തെ കഷ്ണം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് പരിശുദ്ധമായ ഇസ്ലാം മതം മാത്രമാണ്. അപ്പോൾ സൂറത്ത് ആലി ഇമ്രാനിന്റെ 19ാമത്തെ ആയത്തിന്റെ തുടക്കം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് സൂറത്തുൽ ഫാത്തിഹ, പിന്നെ 18ാമത്തെ ആയത്ത് ആലി ഇമ്രാനിന്റെ, പിന്നെ 19ാമത്തെ ആയത്തിന്റെ തുടക്ക ഭാഗം. അപ്പോൾ 3 ആയത്തുകളായി. ഇനി നാലാമതായി സൂറത്ത് ആലി ഇമ്രാനിന്റെ തന്നെ 26ാമത്തെ ആയത്ത്. ഏതാണത്? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് സൂറത്ത് ആലി ഇമ്രാനിന്റെ 26ാമത്തെ ആയത്ത്. ഇതും ഒരു വട്ടം ഓതുക. 5ാമതായി സൂറത്ത് ആലി ഇമ്രാനിന്റെ 27ാമത്തെ ആയത്ത്, അതിന് ശേഷമുള്ള ആയത്ത് തൂലിജുൽ ലൈല ഫിന്നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈൽ വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു പരിധിയുമില്ലാതെ, ഒരു ലെവലുമില്ലാതെ നീ ഉദ്ദേശിക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവനാണ് എന്നൊക്കെ അവസാന ഘട്ടത്തിൽ അർത്ഥം വരുന്ന ഈ ഒരു 27ാമത്തെ ആയത്ത്. അപ്പോൾ ഒന്ന്
സൂറത്തുൽ ഫാത്തിഹ, 2 സൂറത്ത് ആൽ ഇമ്രാനിൻ്റെ 18-ാമത്തെ ആയത്ത്, 3-ാമത്തേത് സൂറത്ത് ആൽ ഇമ്രാനിൻ്റെ 19-ാമത്തെ ആയത്തിൻ്റെ തുടക്കം, അതുപോലെ 4-ാമത്തേത് സൂറത്ത് ആൽ ഇമ്രാനിൻ്റെ 26-ാമത്തെ ആയത്ത്, അതുപോലെ 5-ാമത് സൂറത്ത് ആൽ ഇമ്രാനിൻ്റെ 27-ാമത്തെ ആയത്ത്. ഇനി 6-ാമത് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി അറിയാലോ. ഇങ്ങനെ ഈ 6 ആയത്തുകൾ, ഈ 6 ആയത്തുകളെ പറ്റിയും നമുക്ക് കിതാബിൽ കാണാം. ഇതെന്താണ്? ഹുന്ന മുഅല്ലഖാത്തും ബിൽ അർശ്, അല്ലാഹുവിൻ്റെ അർശുമായി ഇത് ബന്ധപ്പെട്ടതാണ്. അല്ലാഹുവിൻ്റെ അർശുമായി ഇതെന്താണ്? ബന്ധമുള്ളതാണ്. എന്നിട്ടോ മാ ബൈനഹുന്ന വ ബൈനല്ലാഹി ഹിജാബ്, ഈ ആയത്തിൻ്റെയും അള്ളാൻ്റെ ഇടയിലും ഒരു മറയുമില്ല. ഈ ആയത്തിൻ്റെയും അള്ളാഹിൻ്റെ ഇടയിലും ഒരു മറയുമില്ല. ഈ ആയത്തുകൾ അള്ളാഹുവിൻ്റെ അർശുമായി ബന്ധമുള്ളതാണ്. ഈ ആയത്തുകൾ അള്ളാഹുവിനോട് പറയുമെന്നാണ്, പടച്ചോനെ ഞങ്ങളൊന്ന് ഭൂമിയിലേക്ക് പോയിക്കോട്ടെ. അള്ളാഹ് പറയും, എന്തിനാ നിങ്ങൾ ഭൂമിയിലേക്ക് പോകുന്നത്? ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എങ്കിൽ നിങ്ങൾ ഭൂമിയിലേക്ക് പോവുക. നിങ്ങളെ ആരൊക്കെ ഓതുന്നുണ്ടോ, സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആയത്തുകൾ ആരെങ്കിലും ഓതുന്നുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ ചെല്ലുക. എന്നിട്ട് അവരോട് നിങ്ങൾ തന്നെ സന്തോഷ വാർത്ത പറയുക എന്ന് ആ ആയത്തുകൾ നമ്മുടെ അടുക്കൽ വന്ന് പറയുമെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. അതായത് വലിയ ബന്ധമുള്ള, അർശുമായി അള്ളാഹുമായി ബന്ധമുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സൂറത്ത് ആൽ ഇമ്രാനിൻ്റെ 18, 19, അതുപോലെ തന്നെ 26, 27, അതുപോലെ ആയത്തുൽ കുർസി, ഈ ആയത്തുകൾ. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഈ ആയത്തുകൾ നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ ഒരു ബുക്കിലേക്ക് എഴുതി വെച്ചോ. നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ ദിവസവും മഗ്രിബ് കഴിഞ്ഞോ അല്ലെങ്കിൽ എന്താണ് സുബഹി നിസ്കാരം കഴിഞ്ഞോ പതിയെ അവിടെ ഇരുന്ന് ഓതിയാൽ ഒരുപാട് പ്രതിഫലം. 70 വട്ടം അല്ലാഹു തആല അവൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം ഇങ്ങനെ നോക്കും. 70 ആവശ്യങ്ങൾ നിറവേറ്റിത്തരും. ഈ ആയത്തുകളൊക്കെ ഓതിയിട്ട് നല്ലവണ്ണം ദ്വാരക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇരുകൂട്ടർക്കും ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഉസ്താദേ, ഒരുപാട് വിഷമങ്ങളാണ്, സങ്കടങ്ങളാണ്, ദുഃഖങ്ങളാണ് ഇങ്ങനെ പറഞ്ഞവരുണ്ട്. അപ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഇസ്മുണ്ടല്ലോ, യാ ഖവിയു യാ അല്ലാഹ്, ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ആ ഇസ്മ. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഈ 6 ആയത്തുകൾ, അതും അല്ലാഹു തആല ഒരുപാട് നിഅമത്തുകൾ നമ്മുടെ ജീവിതത്തിൽ തരാൻ ഈ ആയത്തുകൾ കാരണമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പറ്റുന്നതുപോലെ നിങ്ങളൊക്കെ ഇത് എഴുതി വെച്ച് പറയുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ക്യാൻസർ രോഗമായി, ഇപ്പോൾ നമ്മുടെ അടുത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു സഹോദരി വയറ് സംബന്ധമായി ക്യാൻസർ വന്നിട്ട് വലിയ പ്രയാസത്തിലാണ്. ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ണിൽ ക്യാൻസർ വന്ന ഒരു കുട്ടിക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ ലിവർ, ഈ കരള്, അതിൻ്റെ ഓപ്പറേഷന് വേണ്ടി ഐസിയുലേക്ക് കയറ്റിയ സമയത്ത് അലർജിയുടെ പ്രയാസം വന്നിട്ട് വീണ്ടും ഒരുപാട് പ്രതിസന്ധിയിലായ ഒരു ഉമ്മാക്ക് വേണ്ടി പ്രത്യേകം ദ്വാരം. ഇങ്ങനെ ഒരുപാട് പേര് കമൻറ്റിലൂടെ പറയാറുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള ഷിഫായും റബ്ബ് നൽകി നല്ലൊരു ആരോഗ്യമുള്ള സമാധാനമുള്ള ജീവിതം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.